Nadodi Gold and Diamonds, Mavur, Puvattuparambur. ഇപ്പോൾ ഉള്ളത് മാവൂരിലെ ഓപ്പൺ ജിമ്മിലാണ്, മണന്തലക്കടവിലുള്ളത്. ഇവിടെ ഏകദേശം 8ഓളം ഐറ്റംസുകളുണ്ട്. ഇത് ഒരാളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഇതിൽ മെയിനായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പലർക്കും ഇതിനെപ്പറ്റി എങ്ങനെ ചെയ്യണം എന്താണുള്ളത് അറിയില്ല. പലരും പല സംശയങ്ങളും ഉയർത്തുന്നുണ്ട്. അപ്പം അതിൽ നമുക്കറിയുന്ന ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാമെന്ന് ഉണ്ട്. പലരും പല സംശയങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ട് ഈ ഓപ്പൺ ജിമ്മിൽ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ വാമിംഗ് അപ്പ് നിർബന്ധമാണ്. പലരും ബൈക്കിലൊക്കെ വന്നിട്ട് നേരിട്ട് ചെയ്യുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. അത് വളരെ തെറ്റാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ഡൈനാമിക് സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത്. അതായത് മൂവ്മെൻറ്റോടുള്ള സ്ട്രെച്ചിങ് ആണ് ചെയ്യേണ്ടത്. ഡൈനാമിക് സ്ട്രെച്ചിങ് പറഞ്ഞാൽ നമ്മുടെ മൂവ്മെൻറ്റോട് കൂടിയുള്ള സ്ട്രെച്ചിങ് ആണ്. അതിനുശേഷം നമ്മൾ ആദ്യം ജോഗിങ്ങോ വാക്കിങ് ഇതൊക്കെ നമ്മൾ വാമിംഗ് അപ്പിൽ പെടുന്നതാണ്. വാമിംഗ് അപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നിർബന്ധമായിട്ടും ഈ ജിമ്മിൽ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. വാമിംഗ് അപ്പിൽ തന്നെ നമുക്ക് മൂവ്മെൻറ്റുകളോടുകൂടിയുള്ള വാമിംഗ് അപ്പുകൾ ചെയ്യുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഏതൊരു ഉപകരണം എടുക്കാൻ പാടുള്ളൂ. ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാണ് നമ്മളെ ബോഡി സ്ട്രെച്ചിങ്ങിന്. ഇതേപോലെ തന്നെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ കൈ സ്ട്രെയിറ്റ്, ഷോൾഡർ ലുക്ക് സ്ട്രെയിറ്റ്. ഹാഫ് റൊട്ടേഷനാണ് ചെയ്തോ, ഇങ്ങോട്ടേക്ക് റൊട്ടേഷൻ ഇതാണുള്ളത്. ഇത് ഒരുപാട് അങ്ങോട്ടേക്കും റോങ് ആയിട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇത് അതേപോലെ തന്നെ കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ബോഡി കൈ രണ്ടും സ്ട്രെയിറ്റ്, ഹാഫേ വരാൻ പാടുള്ളൂ. ഇന്റേണൽ ഹാഫ് മാത്രമേ റൊട്ടേഷൻ ഉള്ളൂ. ബോഡി മൂവ്മെന്റ് ഫുൾ റൊട്ടേഷൻ വരുന്നില്ല, ഹാഫ് റൊട്ടേഷനാണ് ഇത് ചെയ്യുന്നത്. ഇത് ബോഡി സ്ട്രെയിറ്റ് ആയിട്ടാണ്, ഇത് ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് കൈ കൊടുത്തിട്ട് ഇത് നമ്മളെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. ഇതിൽ എപ്പോഴും നീ ഒരു ബെൻഡ് വേണം, സ്ട്രെയിറ്റ് ആക്കാൻ ഫുൾ സ്ട്രെയിറ്റ് പാടില്ല, മനസ്സിലായി? അപ്പോൾ ഇത് എപ്പോഴും ഒരു ബെൻഡ് എപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതേപോലെ ഇതാണ് ചെയ്യേണ്ടത്. ചെയ്യുമ്പോൾ നമ്മളെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ഒരുപാട് ഫ്രണ്ടിലേക്ക് കയറി നിൽക്കാൻ പാടില്ല. അതേപോലെ ഇതേ ഡിസ്റ്റൻസിലാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. കീപ്പ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് മാക്സിമം സ്ട്രെച്ച് ചെയ്തിട്ടാണ് വരേണ്ടത്. കൈ കറക്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് ഇതേ ലെവലിൽ ചെയ്യാം. ഫിസിയോതെറാപ്പിയിലൊക്കെ വരുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. ബോഡി കറക്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്തതിന്റെ ശേഷം ഇതോൺ ചെയ്തോളൂ കേട്ടോ. ഓവർ പോണ്ട, ഈ ലെവലിലേക്ക് വന്നാൽ മതി. കൈ സ്ട്രെയിറ്റ് ആവട്ടെ, ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് എന്നിട്ട് ഇങ്ങനെ പിടിക്കേ. പിടിച്ചില്ലേ? എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരട്ടെ. ഒരു ഹാഫ് റൊട്ടേഷൻ വരെ പറ്റുന്ന രൂപത്തിൽ വരിക. തിരിച്ച് അങ്ങോട്ടേക്കും. കാരണം ഇത് ഓവറായിട്ട് ചെയ്താൽ നമ്മളെ ഡെൽറ്റോയിഡ് മസിൽസിനൊക്കെ, കാരണം നമ്മളെ മൂവ്മെന്റ് കറക്റ്റായിട്ട് ഇതിലേ വരുള്ളൂ. ഇത് മാക്സിമം കറക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്ര ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു ഇതിലേക്ക് ചെയ്താൽ മതി. മസിൽ റിലാക്സേഷനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഇതായിട്ടാണ് ഇത് വരുന്നത്. ഓക്കെ, നമ്മുടെ ബാക്ക് സ്ട്രെച്ചിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്നതാണ്. ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ, അതേപോലെ തന്നെ മാക്സിമം വരാൻ പറ്റുന്നത്ര ഫ്രണ്ടിലേക്ക് ബാക്കിലെ സ്ട്രെച്ചിങ് ആണ് ഇതിനോട് ഉദ്ദേശിക്കുന്നത്. തൈസ് മസിൽസിന് കൂടുതൽ എഫക്റ്റ് ആവുന്ന ഒരു എക്സസൈസ് ആണ് ഇത്. റിപ്പീറ്റേഷൻ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓരോ ഇതായിട്ടും പോട്ടെ, അപ്പ് ഡൗൺ കറക്റ്റായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അതേപോലെ തന്നെ സ്ട്രെയിറ്റ് മതി. ബോഡി സ്ട്രെയിറ്റ് നേരെ നോക്കിയിട്ട്. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ നമ്മുടെ കൈയിന്റെ മസിൽസിനും ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഫ്രണ്ടും ബാക്കും നോക്കണേ. ഇത് പലരും ചെയ്യുന്നത് റോങ് ആയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഇത് ചെയ്യാൻ പാടില്ല. കാല് കൈ ബാക്കിലും ഇത് ചെയ്താൽ ചിലപ്പോൾ നമ്മളെ ഈ പൊന്തുമ്പോൾ തന്നെ മാക്സിമം നമ്മളെ പെരടിക്കാണ് കൂടുതൽ എഫക്റ്റ് വരുന്നത്. അതുകൊണ്ട് കഴിയുന്നതും ചെസ്റ്റിലേക്ക് പറ്റാൻ പറ്റും. പിന്നെ പെരടി എന്തെങ്കിലും വേദന ഉള്ളവർക്കൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. മാക്സിമം വരിക.
കറക്റ്റായിട്ട്. ഇനി ഇത് വേറെ രൂപത്തിലും ചെയ്യാം. അതായത് രണ്ട് സൈഡിലേക്ക് ഇതന്നെ വെച്ചിട്ട് ഇത് മെഷീനിൽ തന്നെ നമുക്ക് രണ്ട് സൈഡിലേക്ക് ഇതേമാതിരി തന്നെ വെച്ചതിന് ശേഷം രണ്ട് സൈഡിലേക്ക് ഈ സൈഡ് ഇതില് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ അബ്ഡമൺ ചെയ്യുമ്പോൾ ഒക്കെ അപ്പ് ചെയ്യാൻ 4 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ഡൗൺ ചെയ്യാൻ ഒരു 6 സെക്കൻഡ് എന്ന രൂപത്തിലേക്ക് നമ്മൾ ടൈം കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്ത ഒരുപാട് നമ്മൾക്ക് എവിടെയാണോ ഫോഴ്സ് വരുന്നത് അവിടെ ബ്രീത്ത് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ താഴോട്ടേക്ക് പോകുമ്പോൾ ബ്രീത്ത് തന്നെ ചെയ്തിട്ട് അതേപോലെ ഫോഴ്സ് വരുന്നിടത്തേക്ക് ബ്രീത്ത് ഔട്ട് ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്കും ഏത് ചെയ്യുമ്പോഴും നമ്മൾ എവിടെ ഫോഴ്സ് വരുന്നോ അവിടെ ബ്രീത്ത് ഔട്ട് ചെയ്യാണ്. ബ്രീത്തിങ്ങിന്റെ കാര്യത്തിൽ പലർക്കുള്ള ഒരു സംശയമാണ്, എവിടെ ബ്രീത്ത് ഔട്ട് ചെയ്യണം ഇൻ ചെയ്യണം ഉള്ളത്. ഈ ഓപ്പൺ ജിമ്മിൽ ചെയ്യണ മെയിൻ ആയിട്ടുള്ള ഇത് ഒക്കെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും വാമിംഗ് അപ്പ് ചെയ്ത ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വാമിംഗ് അപ്പ് പറഞ്ഞാൽ നമുക്ക് ഈസി വാക്കിംഗ്, ജോഗിങ് ഇതെല്ലാം ഉൾപ്പെടും. ഇതൊക്കെ വാമിംഗ് അപ്പ്. അതേപോലെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ് വേണ്ടത്. സ്റ്റാറ്റിക് സ്ട്രെച്ചിങ് ആണ് നിന്നുകൊണ്ട് നമ്മളെ എല്ലാ ഭാഗവും സ്ട്രെച്ച് ചെയ്യണ. ഒരു സ്ട്രെച്ച് ചെയ്യുമ്പോൾ 20 സെക്കൻഡ് എന്തെങ്കിലും ഹോൾഡ് ചെയ്തുകൊണ്ടുള്ള സ്ട്രെച്ചിങ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. മിനിമം ഒരു 20 സെക്കൻഡ് എന്തെങ്കിലും. അതേപോലെ തന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് എടുക്കൽ നിർബന്ധമാണ്. ഒരാൾ മിനിമം ഒരു ചുരുങ്ങിയത് 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുക. അതേപോലെ തന്നെ 8 അവർ ഉറങ്ങുക. ഇതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഒരു മസിൽസ് റിക്കവറി ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു നമ്മുടെ ഫുഡ് കണ്ടന്റും ഇതൊക്കെ വെച്ചിട്ട് ഒരു 22 മുതൽ 72 അവർ വരെ ഇതിലേക്ക് ഇതുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്റ്റ് എടുത്തുകൊണ്ടും മെയിൻറ്റെയിൻ കീപ്പ് ചെയ്തുകൊണ്ടും ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ജോഗിങ് ചെയ്യുമ്പോഴും ഒക്കെയുള്ള കാര്യങ്ങൾ നല്ല ഷൂ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ജോഗിങ് ചെയ്യുക, സ്ട്രെച്ചിങ്. ഇതേപോലെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് വേണമെങ്കിൽ നല്ലൊരു എക്സസൈസ് ആയിട്ട് ചെയ്യാം. ഇരുന്നതിന് ശേഷം ബ്രീത്തിങ് ഒരു 30 സെക്കൻഡ് ബ്രീത്തിങ് എക്സസൈസ് മാത്രം ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയും അതേപോലെ തന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നു. നല്ല സൗകര്യമുള്ള ഒരു ഏരിയയും കൂടിയാണിത്. അതെല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുക.